സജ്ജനങ്ങളെ, 2-3 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൾ കാരണം 2-3 ദിവസം ഒന്നും ചെയ്യാൻ പറ്റിയില്ല. വീണ്ടും നമുക്ക് തുടങ്ങാം. എവിടം വരെ തുടങ്ങാം, എവിടെ എത്തും, എവിടെ ഒന്നും അറിയില്ല. എന്നാലും തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടുപോലുണ്ടാകുമെങ്കിൽ നടക്കും. നായ വാസുദേവായ ദേവകീനന്ദനായ ചന്ദ്രഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. സന്ധ്യക്ക് ചെയ്യാനുള്ള, അതായത് സന്ധ്യാദി കർമ്മങ്ങളാണ് 17-ാം അധ്യായത്തിൽ വർണ്ണിക്കുന്നത്. അപ്പോൾ ശ്രീനാരായണ മഹർഷി പറഞ്ഞു കൊടുക്കുന്നു: നാരദ, ഗായത്രി പാദം മുറിച്ച് ചൊല്ലിയാൽ ബ്രഹ്മഹത്യാപാപം ഇല്ലാതാകും. പാദം മുറിക്കാതെ ഒറ്റ ശ്വാസത്തിന് വെച്ചാൽ ബ്രഹ്മഹത്യാപാപം ഉണ്ടാവുകയും ചെയ്യും. എങ്ങനെയാണ് ഈ ഗായത്രി ചൊല്ലേണ്ടത്? 6 പ്രണവം ജപിച്ച് ഗായത്രി ഉരുക്കരിക്കണമെന്ന് ശാസ്ത്രത്തിൽ പറയുന്നു. 5 ഓങ്കാരത്തോടുകൂടി ഗായത്രി ജപിക്കാം. ജപസംഖ്യ എത്രയുണ്ടോ അതിൻ്റെ 8-ാം പാദത്തിൽ അവസാനത്തിൽ ഗായത്രിയുടെ 4-ാം പാദം ജപിക്കണം. ഇപ്രകാരം ജപിക്കുന്ന ബ്രാഹ്മണ ശ്രേഷ്ഠനുമാണ്. മാത്രമല്ല സായുജ്യവും കൈവരും അദ്ദേഹത്തിന്. ഗായത്രിയുടെ തുരീയ പാദം ഓം പരോ രജസേ എന്നാണ്. 6 ഓങ്കാരത്തോടും കൂടിയുള്ള ജപമാണ് യതികൾക്ക് വിധിച്ചിട്ടുള്ളത്. ധ്യാനത്തെ പറ്റി പറയാം. സൂര്യൻ, ചന്ദ്രൻ, അഗ്നി എന്നിവയ്ക്ക് പ്രണവസ്വരൂപനും അചിന്ത്യനും വികസിതമായ ഹൃദയ കമലം ആസനമാക്കിയവനും അചലനും പരമസൂക്ഷ്മസ്വരൂപനും പോരാ ജ്യോതിർമയനും പിന്നെയോ സച്ചിദാനന്ദ സ്വരൂപനുമായ ആ ബ്രഹ്മം എനിക്ക് സന്തോഷത്തിനായി ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ത്രിശൂലം, യോനി, സുരഭി, അക്ഷമാല, ലിംഗം, അംബുജം, മഹാമുദ്ര എന്നീ 7 മുദ്രകളും പ്രദർശിപ്പിക്കണം. സന്ധ്യയാണ് ചിദാനന്ദരൂപിനായ ഗായത്രി. അതുകൊണ്ട് ബ്രാഹ്മണൻ നിത്യം ഭക്തിയോടുകൂടി അവളെ പൂജിക്കണം. 5 ഉപചാരങ്ങളോടും കൂടി മാനസ പൂജ ചെയ്യണമെന്നാണ് പറയുന്നത്. ഭൂമിയാകുന്ന ആത്മാവിന് ബീജം കൊണ്ട് ഗന്ധം സമർപ്പിക്കുക. ആകാശമാകുന്ന ആത്മാവിനാണെങ്കിലോ ബീജം കൊണ്ട് പുഷ്പം സമർപ്പിക്കുക. വായുവാകുന്ന ആത്മാവിന് ബീജം കൊണ്ട് ധൂപം സമർപ്പിക്കണം. അഗ്നിയാകുന്ന ആത്മാവിന് എന്ന ബീജം കൊണ്ട് ദീപം സമർപ്പിക്കണം. അമൃതമാകുന്ന ആത്മാവിന് നൈവേദ്യം സമർപ്പിക്കണം. 5 ബീജാക്ഷരവും ചേർത്ത് പുഷ്പാഞ്ജലിയും ചെയ്യണം. പിന്നീട് തൊഴുത് നമസ്കരിച്ച മുദ്രകളും പ്രദർശിപ്പിച്ച് ധ്യാനിക്കണം. ജപം പതുക്കെ വേണം. പല്ലുകൾ പുറത്ത് കാട്ടാതെയും തല ഇളക്കാതെയും നീണ്ടു നിവർന്നിരിക്കണം. 108 പ്രാവശ്യമാണ് ഗായത്രി ജപിക്കേണ്ടത്. അതിന് പറ്റിയില്ലെങ്കിൽ 28 ആവാം. അതിനും ശക്തിയില്ലാന്ന് വെക്കാം. എന്നാൽ 10 പ്രാവശ്യമെങ്കിലും ജപിക്കണം. അതിലൊട്ടും കുറയാൻ പാടില്ല. പിന്നെയും കുറച്ച് ഒന്നിലൊതുക്കി തരാൻ എന്തായാലും പറ്റൂല. ഉത്തമേ ശിഖരേ ജാതി എന്ന് ജപിച്ച് ദേവിയെ ഉദ്വസിക്കണം. ഒരിക്കലും വെള്ളത്തിൽ ഇറങ്ങി നിന്ന് ഗായത്രി ജപിക്കരുത്. കാരണം ആ ദേവി അഗ്നിമുഖിയാണ്. ഋഷിമാർ പറയുന്നു: ധേനു, ശൂർപ്പം, യോനി, കൂർമ്മം, ലിംഗം, ജ്ഞാനം, താമര, നിർവാണകം എന്നീ 8 മുദ്രകൾ പ്രദർശിപ്പിക്കണമെന്ന്. സ്വരമോ മറ്റോ തെറ്റിയാലുണ്ടല്ലോ, സ്വരം തെറ്റിപ്പോയാൽ ചെയ്ത ഫലം ഒന്നുമില്ലാണ്ടാവും. ഇനി അഥവാ തെറ്റിപ്പോയി എന്ന് വിചാരിച്ചാൽ എന്ത് ചെയ്യണം? ഹേ ദേവി കശ്യപപ്രിയേ, പ്രിയവാദിനി, എല്ലാം ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിച്ച് ഗായത്രി തർപ്പണം ചെയ്യണം. ഇതിന്റെ ഋഷി വിശ്വാമിത്രനാണ്. ഛന്ദസ് ഗായത്രിയുമാണ്. ദേവത സൂര്യനും. തർപ്പണം ഇപ്രകാരമാണ് വേണ്ടത്. ഭു എന്ന് ചൊല്ലിക്കൊണ്ട് ഋഗ്വേദ പുരുഷനെ തർപ്പിക്കണം. ഭുവ എന്ന് ചൊല്ലി യജുർവേദ പുരുഷന് തർപ്പണം ചെയ്യണം. സ്വ എന്ന വ്യാഹൃതി ചൊല്ലി സാമവേദ പുരുഷനെയും മഹാ എന്ന് ചൊല്ലി അഥർവവേദ പുരുഷനെയും തർപ്പിക്കണം. ജന എന്ന് ചൊല്ലി ഇതിഹാസ പുരുഷനെയും തപ എന്ന് ചൊല്ലി സർവാംഗം പുരുഷനെയും തർപ്പിക്കണം. സത്യം എന്ന് ചൊല്ലി സത്യലോക പുരുഷനെയും സമർപ്പിക്കണം. ഓം ഭൂ എന്ന് ചൊല്ലി ഭൂലോക പുരുഷനെയും തർപ്പിക്കണം. സ്വ എന്ന് ചൊല്ലി സ്വർഗലോക പുരുഷനെയും സ്മരിച്ച് തർപ്പണം ചെയ്യണം. അങ്ങനെയാണ് ഈ ഗായത്രി ജപിച്ചിട്ട് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിരുന്നു. ഓം ഭൂ എന്ന് ചൊല്ലി ഏകപദയായ ഗായത്രിയെയും ഓം ഭുവ എന്ന് ചൊല്ലി ദ്വിപദയായ ഗായത്രിയെയും തർപ്പണം ചെയ്യണം. സ്വപദത്താൽ ത്രിപദയെയും ഓം ഭൂ ഭുവസ്വ ഈ 3 വ്യാഹൃതികളും ചേർത്ത് ചതുഷ്പദ ഗായത്രിയെയും തർപ്പണം ചെയ്യണം. പിന്നീട് ഉഷസീ ദേവിയെയും ഗായത്രി ദേവിയെയും സാവിത്രി ദേവിയെയും സരസ്വതി ദേവിയെയും പിന്നെ വേദമാതാവിനെയും പിന്നീട് ശാരദാ ദേവിയെയും
പൃഥ്വിയെയും അജയെയും കൗശികീ ദേവിയെയും സാംകൃതിയെയും സാർവജിതിയെയും യഥാക്രമം തർപ്പണം ചെയ്യണം. തർപ്പണത്തിന് ശേഷം ശാന്തിക്കായി ജാതവേദസേന്ന് ജപിക്കണം. പിന്നീട് എന്ത് ചെയ്യണമെന്നോ, പിന്നീട് മനസ്തോക മന്ത്രം ചൊല്ലണം. പിന്നീട് ത്രയംബക മന്ത്രം ചൊല്ലണം. തച്ഛം യോ എന്ന മന്ത്രവും അതോ ദേവ എന്ന് ജപിച്ച് ശാന്തിക്കായി 2 കൈ കൊണ്ടും എല്ലാ അംഗങ്ങളിലും സ്പർശിക്കണം. യോനാ പൃഥ്വി എന്ന മന്ത്രം ചൊല്ലി ഭൂമിയെ പ്രണമിക്കണം. അങ്ങനെ പ്രണമിക്കുമ്പോൾ തന്റെ ഗോത്രം തുടങ്ങിയവ ഉച്ചരിക്കുകയും വേണം. പ്രഭാത സന്ധ്യാകർമ്മം ഇപ്രകാരം ചെയ്യണമെന്നാണ് വിധി. സന്ധ്യാകർമ്മം സമാപിച്ചിട്ട് അഗ്നിഹോത്രം നടത്തണം. പിന്നീട് ദേവി, ശിവൻ, ഗണപതി, സൂര്യൻ, വിഷ്ണു എന്നിവരെ പൂജിക്കണം. പുരുഷ സൂക്തമോ വ്യാഹൃതിയോ മൂലമന്ത്രമോ ശ്രീച്ഛതേ എന്ന മന്ത്രമോ ജപിച്ചവരെ ഭക്തിയോടുകൂടി അർച്ചിക്കണം. മധ്യത്തിൽ ശിവയും, ഈശാനകോണിൽ വിഷ്ണുവും, അഗ്നികോണിൽ ശിവനും, നികൃതികോണിൽ ഗണപതിയും, വായുകോണിലാരാ? വായുകോണിൽ സൂര്യൻ. ഈ കണക്കിലാണ് ദേവന്മാർക്ക് കൽപ്പിക്കേണ്ട സ്ഥാനം. ഇപ്രകാരം സ്ഥാനം കൽപ്പിച്ച് 16 ഋക്കുകൾ ചൊല്ലി ഷോഡശോപചാരം ചെയ്യണം. ആദ്യം ദേവിയാണ് പൂജിക്കേണ്ടത്. പിന്നീട് മറ്റു ദേവതകളെയും പൂജിക്കാം. ദേവീ പൂജയേക്കാൾ പുണ്യമുള്ള മറ്റൊരു പൂജയില്ല നാരദ. അങ്ങനെയാണ് പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ടാണ് ത്രിസന്ധ്യകളിലും സന്ധ്യാവന്ദനം അനുഷ്ഠിക്കാൻ പറയുന്നത്. അക്ഷതം കൊണ്ട് വിഷ്ണുവിനെ അർച്ചിക്കരുത്. മല്ലിക, പനസം, കുടകപ്പാല, പിച്ചി, ഇരഞ്ഞി, പാച്ചോറ്റി, മുല്ല, പ്ലാശൻ പൂവ്, കണവീര, വിഷ്ണുക്രാന്തി, പലാശം, മദനപ്പൂ, സിന്ധുവാരം, ദുർവ എന്ന് പറഞ്ഞാല് എന്താണ്? കറുകേനാണ് ദുർവ എന്ന് പറയുന്നത്. കൂവളം, ദർഭ, ഈന്തിൻ്റെ ഇല, കുരുക്കുത്തി, എരിക്കുമ്പൂ, വാടാങ്കുറിഞ്ഞി, പുന്നപ്പൂ, മാതളപ്പൂ, ചമ്പകം ഇവയെല്ലാം ഭഗവതിക്ക് പ്രിയപ്പെട്ട പൂക്കളാണ്. ധൂപത്തിന് ഗുൽഗുലുവും ദീപത്തിന് നല്ലെണ്ണയും വേണം. ഇപ്രകാരം പൂജ ചെയ്ത് മൂലമന്ത്രം ജപിക്കണം. പിന്നീട് എന്താ വേണ്ടത്? പൂജ അവസാനിപ്പിച്ച് വേദപാരായണം ചെയ്യണം. അതിനുശേഷം ദിവസത്തിന്റെ 3-ാം ഭാഗത്തിൽ താൻ രക്ഷിക്കേണ്ടവരെ സംരക്ഷിക്കാൻ വേണ്ടി പ്രവൃത്തികളിൽ ഏർപ്പെടുക. ഉണ്ടാവില്ലല്ലോ പണി. ഒരു കുടുംബസ്ഥനൊക്കെ ആകുമ്പോൾ ഭാര്യനെയും കുട്ടികളെയും ഒക്കെ പോറ്റണ്ടേ. അതിനു വേണ്ടിയിട്ട് അവനവൻ്റെ ജോലി ചെയ്യാമെന്നാണ് പറയുന്നത്. അങ്ങനെ ത്രിഭാഗാന്തം സന്ധ്യാധികൃത്യം എന്ന 17-ാം അധ്യായം ദേവീപാഠങ്ങളിൽ സമർപ്പിച്ചു. ഇനി പൂർണ്ണോപചാര കഥനാണ് പറഞ്ഞു കൊടുക്കുന്നത്. ശ്രീനാരായണ മഹർഷിക്ക് വീണ്ടും പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി ദേവിയുടെ പൂജാവിശേഷങ്ങളെ പറ്റി അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണല്ലോ ഭക്തന്മാർക്ക് കൃതാർത്ഥത ഉണ്ടാകുന്നത് എന്ന് ശ്രീനാരദ മഹർഷി പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറയാൻ തുടങ്ങി. ദേവിയുടെ ആരാധന ഭുക്തിയെയും മുക്തിയെയും പ്രദാനം ചെയ്യുന്നു. മാത്രമല്ല സർവ്വ ആപത്തിൽ നിന്ന് രക്ഷ നൽകുകയും ചെയ്യുന്നു. ആദ്യം ആചമനം ചെയ്ത് ഒന്നും മിണ്ടാതെ സങ്കല്പം ചെയ്ത് ഭൂതശുദ്ധി വരുത്തണം. പിന്നീട് മാതൃകാന്യാസവും ഷഡംഗന്യാസവും ചെയ്യണം. യഥാവിധി ശംഖം സ്ഥാപിച്ച് സാമാന്യ തീർത്ഥമുണ്ടാക്കി മന്ത്രത്തോടെ പൂജാദ്രവ്യങ്ങളെ പ്രോഷിക്കുകയും വേണം. ഗുരുവിന്റെ അനുജ്ഞ വാങ്ങി പൂജ ആരംഭിക്കാം. ആദ്യം പീഠപൂജ ചെയ്തതിന് ശേഷം ദേവിയെ സ്മരിക്കണം. ദിവ്യാസനത്തിൽ ദേവിയെ ഇരുത്തി ഉപചാരങ്ങൾ ചെയ്ത് പഞ്ചാമൃത രസങ്ങളെ കൊണ്ട് ദേവിയെ അഭിഷേകം ചെയ്യണം. പുണ്ടരീക കരിമ്പിൻ നിറച്ച 100 കലശങ്ങളെ കൊണ്ട് ദേവിയെ അഭിഷേകം ചെയ്യുകയാണെങ്കിൽ അവന് പുനർജന്മമില്ല. അല്ലെങ്കിൽ മാമ്പഴത്തിന്റെ നീരോ കരിമ്പിൻ നീരോ എടുത്ത് വേദപാരായണത്തോടുകൂടി ദേവിയെ അഭിഷേകം ചെയ്യുകയാണെങ്കിൽ മഹാലക്ഷ്മിയും വാണിയും അവന്റെ ഗൃഹത്തിൽ നിന്ന് എവിടേക്കും പോകില്ല. മുന്തിരിച്ചാറ് കൊണ്ട് വേദപാഠത്തോടുകൂടി അഭിഷേകം ചെയ്താൽ അവൻ സ്വന്തം കുടുംബത്തോടുകൂടി ദേവിയുടെ ലോകം പ്രാപിക്കും. കർപ്പൂരം, അകിരി, കസ്തൂരി, കുങ്കുമപ്പൂവിന്റെ നീര് തുടങ്ങിയ കൊണ്ടാണ് ചെയ്യുന്നത്. വേദമന്ത്രം കൊണ്ട് ഈ നീരൊക്കെ ഉപയോഗിച്ചാണ് ചെയ്യുന്നതെങ്കിൽ അവൻ ശതജന്മങ്ങളിൽ ചെയ്ത പാപം കൂടി ഇല്ലാതാക്കും. 100 ജന്മം ചെയ്ത പാപങ്ങളൊക്കെ ഇല്ലാതാക്കുന്ന നാരദാന്ന് പറഞ്ഞു കൊടുത്തു. പിന്നീട് എന്താ പറയുന്നത്? വേദമന്ത്രത്തോടുകൂടി പാലഭിഷേകം ചെയ്യുകയാണെങ്കിൽ പാലാഴിയിൽ സൗഖ്യത്തോടെ വാഴാം. തൈര് കൊണ്ടും തേനുകൊണ്ടും ശർക്കര കൊണ്ടും നെയ്യുകൊണ്ടും വേദമന്ത്രത്തോടുകൂടി ദേവി അഭിഷേകം ചെയ്യുകയാണെങ്കിൽ ദധികുല്യാദി നദികൾക്ക്
അധിപനായിത്തീരും അദ്ദേഹം. സഹസ്രകലശം പൂജിച്ച് അഭിഷേകം നടത്തുകയാണെങ്കിലോ ഇഹലോകത്തും പരലോകത്തും സുഖം അനുഭവിക്കാം. ദേവിക്ക് വെള്ളപ്പെട്ട് സമർപ്പിച്ചാൽ വായുലോകത്ത് എത്തിച്ചേരാം. രത്നവും ഭൂഷണങ്ങളും സമർപ്പിച്ചാൽ കുബേരന് സമനായിത്തീരും. ചെമ്പഞ്ഞിച്ചാറ് പാദങ്ങളിലും സിന്ദൂരം കേശരേഖയിലും കസ്തൂരിയും കുങ്കുമവും ലലാടത്തിലും പ്രാർത്ഥിച്ചാൽ ഇന്ദ്രാസനം ലഭ്യമാകും. ഇന്ദ്രനെ പറത്തി പുറത്തൊട്ടിച്ച് അടക്കെറിയിക്കാം. ഇനി പൂജയ്ക്ക് എടുക്കാവുന്ന പുഷ്പങ്ങളെ പറ്റി പറയാം. അപ്രകാരം പൂജിച്ചാൽ കൈലാസത്തിൽ സുഖമായി വസിക്കാം. എപ്രകാരം? കൂവളത്തിനില കൊണ്ട് പരാശക്തിയെ പൂജിച്ചാൽ അവന് ഒരു ദുഃഖവും പിന്നീട് ഉണ്ടാവുകയില്ല. കാരണം അതുപോലെ ബില്വപത്രത്തിന്റെ 3 ഇതളെടുത്ത് രക്തചന്ദനം കൊണ്ട് മായാബീജം 3 വ്യക്തമായി എഴുതിയിട്ട് ഭുവനേശ്വരി നമ എന്ന ദേവീ മന്ത്രം ജപിച്ച് ആ ബില്വപത്രം ഭക്തിപൂർവ്വം ദേവിയുടെ തൃപ്പാദ പങ്കജങ്ങളിൽ സമർപ്പിക്കണം. ആരാണോ ഇപ്രകാരം ചെയ്യുന്നത് അവന് മനുത്വം തന്നെ ലഭ്യമാകും. വേറൊരു മനു. ആരാണോ വൃത്തിയും മനോഹരമായ കൂവളത്തില കൊണ്ട് ദേവിയെ പൂജിക്കുന്നത് അവൻ ബ്രഹ്മാണ്ടപതിയായി തീരും. പുതിയ മുല്ലപ്പൂക്കൾ അഷ്ടഗന്ധം മുക്കി അർപ്പിച്ചാൽ അവൻ ബ്രഹ്മാവായി തീരും. 10 കോടി പൂക്കൾ കൊണ്ട് ഇതേ പ്രകാരം അർച്ചിച്ചാൽ അവൻ സുരന്മാർക്ക് പോലും ദുർലഭമായ വിഷ്ണുത്വം പ്രാപിക്കും. വേണ്ടത് പിന്നെ ആനന്ദലബ്ധിക്ക് എന്ത് വേണം? വിഷ്ണുവും ഈ പദം ലഭിക്കാൻ ഇപ്രകാരം പൂജ ചെയ്തിട്ടുണ്ടത്രേ. ഇപ്രകാരം 100 കോടി പൂജ ചെയ്തിട്ടാണത്രേ ഹിരണ്യഗർഭന് ആ പദം കിട്ടിയത്. പോരെ, ചെമ്പരത്തിപ്പൂക്കളും മാതളപ്പൂക്കളും കൊണ്ട് ജഗദമ്പയെ ഭക്തിപൂർവമായി അർച്ചിച്ചാൽ അതുകൊണ്ടുണ്ടാകുന്ന പുണ്യം എത്രയാണെന്ന് ഈശ്വരന് പോലും പറയാൻ പറ്റൂല. അതാത് ഋതുക്കളിൽ കിട്ടുന്ന പൂക്കളെ കൊണ്ട് എല്ലാ വർഷവും ദേവി അർച്ചന ചെയ്യണം. അപ്രകാരം ചെയ്താൽ സർവപാപങ്ങളും അകന്നു പോകും. അത് നിശ്ചയമാണ്. അവൻ ശ്രേഷ്ഠപദം പ്രാപിച്ച് ദേവേന്ദ്രനും കൂടി ദുർലഭമായ ശ്രീപദത്തിലെത്തുകയും ചെയ്യും. പിന്നെന്താ പറയേണ്ടത്? സാമ്പ്രാണി, ചന്ദനം, അകില്, കുന്തുരുക്കം തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങൾ ചേർത്ത് ധൂപം പുകക്കുകയാണെങ്കിൽ ദേവി പ്രസന്നയായി ആ ഭക്തന് 3 ലോകത്തെയും നൽകും. കർപ്പൂര ദീപം നിത്യം ദേവിക്ക് കാണിക്കുകയാണെങ്കിൽ അവൻ സൂര്യലോകം പ്രാപിക്കും. ദീപങ്ങൾക്ക് കണക്കൊന്നുമില്ല, എത്രയുണ്ടെങ്കിൽ അത്രയും നല്ലത്. നൈവേദ്യം ധാരാളം ദേവിക്ക് മുമ്പിൽ നിരത്തി വെക്കണം. കട്ടിയായതും ലേഹ്യമായതും കുടിക്കുവാനും പറ്റിയ പലതരം പായസങ്ങൾ, അപ്പം, സ്വാദുള്ള പഴങ്ങൾ തുടങ്ങിയവ സ്വർണപാത്രത്തിൽ ദേവിക്ക് സമർപ്പിക്കണം. ദേവിക്ക് തൃപ്തിയായാലോ? ദേവിക്ക് തൃപ്തിയായാലേ 3 ലോകവും തൃപ്തമാകും. എന്തെന്നാൽ സർവ്വജഗത്തും കയറിൽ സർപ്പം എന്ന പോലെ തഥാത്മകമാണ്. പിന്നെ കർപ്പൂരവും കരിങ്ങാലിയും ചേർത്തതും തണുത്തതും കലശത്തിൽ വെച്ചിരിക്കുന്നതുമായ ഗംഗാജലം ദേവിക്ക് കുടിക്കാൻ നൽകണം. അതിനുശേഷം ലവംഗം, ഏലം, കർപ്പൂരം എന്നിവ ചേർത്തുള്ള സുഗന്ധമുള്ള താമ്പൂലം ദേവിക്ക് നൽകണം. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? മൃദംഗം, മിഴാവ്, ഇടക്ക, വീണ, മുരജം, ഡക്ക തുടങ്ങിയ വാദ്യോപകരണങ്ങളോടുകൂടി ഗാനം ആലപിക്കുകയോ പുരാണ പാരായണം ചെയ്തും വേദപാരായണം ചെയ്തും സ്തോത്രങ്ങൾ കൊണ്ട് സ്തുതിച്ചും ജഗദമ്പയെ സന്തോഷിപ്പിക്കണം. ആലവട്ടം, വെൺചാമരം, വെൺകൊറ്റക്കുട തുടങ്ങിയ രാജോപചാരങ്ങൾ നിത്യം ദേവിക്ക് ചെയ്യണം. ഒരിക്കലെങ്കിലും ദേവിയെ സ്തുതിച്ചാൽ ദേവി തൊട്ടയാവും. പിന്നെ നേരത്തെ പറഞ്ഞ മാതിരി ദേവി ആരാധിച്ചാൽ ദേവി പ്രസാദിക്കും എന്നതിൽ സംശയമില്ല. സ്വതവേ തന്നെ പുത്രവത്സലയായ ദേവി മകന്റെ ഈ ഭക്തി കണ്ടാൽ കനിയാതിരിക്കുമോ? ഇല്ല, തീർച്ചയായിട്ടുമില്ല. ഇനി ഞാൻ ബൃഹദശ്വൻ എന്ന രാജർഷിയുടെ കഥ പറയാം. ബൃഹദശ്വൻ പണ്ട് ഹിമാദ്രിയിൽ ഒരു ചക്രവാക പക്ഷി താമസിച്ചിരുന്നു കേട്ടോ. ആ പക്ഷി ഇര തേടി നാനാദേശങ്ങളിലും ചുറ്റിപ്പറക്കുന്ന സമയത്ത് കാശിയിൽ അന്നപൂർണേശ്വരിയുടെ മഹാസ്ഥാനത്ത് എത്തിപ്പെട്ടു. അങ്ങനെ പറന്ന് അവിടെ എത്തി. ഭക്ഷണം വല്ലതും കിട്ടുമോ എന്ന് നോക്കി വന്നതാണ് പാവം ആ പക്ഷി. എന്തായാലും ആ പക്ഷി ആ മഹാസ്ഥാനത്തെ ഒരു പ്രദക്ഷിണം വെച്ച് മറ്റേതോ പ്രദേശത്തേക്ക് പറന്നുപോയി. കാലാന്തരത്തിൽ ഈ പക്ഷി ദേഹം പിടിഞ്ഞ് ദിവ്യരൂപധാരിയായി സ്വർഗത്തിലെത്തി. എല്ലാ സുഖങ്ങളും അനുഭവിച്ചു അത്രേ. 2 കൽപ്പം അവിടെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഭൂമിയിൽ ക്ഷത്രിയ കുലത്തിൽ വന്ന് പിറന്നു. ബൃഹദശ്വൻ എന്ന പേരോടുകൂടി അദ്ദേഹം എല്ലാവർക്കും പൂജ്യനായി തീർന്നു. അദ്ദേഹം ധാർമ്മികനും ത്രികാലജ്ഞനും യതിശ്രേഷ്ഠനും സാർവഭൗമനും സത്യവാദിയുമായി തന്റെ ജന്മം സഫലമാക്കി.
അദ്ദേഹത്തിന് ജന്മസ്മൃതി ഉണ്ടെന്ന് നാടെങ്ങും പരന്നു. ഇതറിഞ്ഞ താപസന്മാർ അദ്ദേഹത്തിന്റെ അടുത്തെത്തി. അവരെ അദ്ദേഹം സാദരം സ്വീകരിച്ചിരുത്തി വേണ്ട വിധം സൽക്കരിച്ചു. അപ്പോൾ താപസന്മാർ ചോദിച്ചു, അങ്ങേക്ക് പൂർവ്വജന്മസ്മൃതിയും ത്രികാലസ്നാനത്വവും എന്ത് പുണ്യം കൊണ്ടാണ് ലഭിച്ചത്? ഇതിന്റെ സത്യാവസ്ഥ അറിയാനാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നത്. എല്ലാം ഞങ്ങളോട് വിസ്തരിച്ച് പറഞ്ഞു തന്നാലും അവർ പറഞ്ഞു. ഈ താപസന്മാരുടെ ചോദ്യം കേട്ട് ധർമ്മിഷ്ഠനായ രാജാവ് പറഞ്ഞു, മഹർഷിമാരെ, എനിക്ക് ജ്ഞാനം ലഭിച്ചതിന്റെ കാരണം ഞാൻ പറയാം. മുജ്ജന്മത്തിൽ ഞാൻ ചക്രവാക പക്ഷിയായിരുന്നു. ഞാൻ കാശിയിലെ അന്നപൂർണേശ്വരി ക്ഷേത്രത്തെ അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും പ്രദക്ഷിണം വെച്ചു. അതിന്റെ പുണ്യം കൊണ്ട് 2 കൽപ്പം കാലം സ്വർഗത്തില് താമസിച്ചു ഞാൻ. പിന്നീടാണ് ത്രികാല സ്നാനത്തോടുകൂടി ഇവിടെ ജനിച്ചത്. ജഗദംബയുടെ പാദ സ്മരണ ഉണ്ടാകുമ്പോൾ തന്നെ ഞാൻ ഗദ്ഗതകണ്ഠനായി തീരും. കണ്ണിൽ നിന്ന് കണ്ണുനീർ പൊടിയും. സകലരുടെയും അമ്മയായ ദേവിയെ ഭജിക്കാത്തവരുടെ ജന്മം നിഷ്ഫലമാണെന്നേ പറയാവൂ. വിഷ്ണുവിനെയും ശിവനെയും ഭജിക്കുന്നതിനേക്കാൾ ഫലം ദേവിയെ ഭജിക്കുമ്പോൾ ലഭിക്കുമെന്ന് വേദത്തിൽ പറയുന്നുണ്ട്. ദേവിയുടെ പാദഭജനം തന്നെയാണ് ശ്രേഷ്ഠമെന്ന് ഞാനും പറയുന്നു. അരൂപയായോ രൂപത്തോടു കൂടിയോ ആ പരാശക്തിയെ ഭജിക്കുന്നതിന് പരമായി മറ്റൊന്നില്ല. രാജർഷിയുടെ വാക്കുകൾ കേട്ട താപസന്മാർ വളരെയധികം സന്തുഷ്ടരായി സ്വാശ്രമങ്ങളിലേക്ക് യാത്രയായി. ദേവീ ഭജനത്തിന്റെ മാഹാത്മ്യം ആർക്കും പ്രവചിക്കാൻ സാധ്യമല്ലാട്ടോ നാരദ. ജന്മസാഫല്യമുള്ളവർക്ക് മാത്രമേ ദേവീ ഭജനം സാധ്യമാകൂ. ജന്മസാങ്കര്യമുള്ളവർക്ക് അതിൽ ശ്രദ്ധ ഉണ്ടാവുകയില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ദേവീ വിശേഷ പൂജാവിധി എന്ന പ്രകരണം ദേവീ പാദങ്ങളിൽ സമർപ്പിച്ചു. അങ്ങനെ 18-ാം അധ്യായവും തീർന്നു. ഇനി 19-ാം അധ്യായത്തിൽ എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ അത് നമുക്ക് നാളെ നോക്കാം. ഇനിയും കുറച്ച് ദിവസം കൂടി പറയാനുള്ള കഥയുണ്ട്. പിന്നത്തെ ഭാഗം ഭഗവത്പാദങ്ങളിൽ സമർപ്പിച്ച് കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹീശ. ഓ ബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു.